ഇന്ന് 50% ആണുങ്ങളിലും കഷണ്ടിയാണെന്ന് എത്ര പേർക്കറിയാം? പലരിലും കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ഈ കഷണ്ടി കാരണം ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നത് കാണാറുണ്ട്. മുടി നഷ്ടമാകുന്നത് കാണുമ്പോഴേക്കും കാരണം എന്താണെന്ന് പോലും ചിന്തിക്കാതെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത്. നിങ്ങളുടെ മുടി നഷ്ടമാകുന്നത് ഒരു പാറ്റേൺ ആയിട്ടാണോ? അതായത് ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ നെറ്റ് കയറുന്നത്, അല്ലെങ്കിൽ ഈ സെന്ററിൽ വട്ടത്തില് ഒരു മുടി നഷ്ടമാകുന്ന രീതിയിലാണോ? ഇതാണ് ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അതായത് കഷണ്ടി. പേര് പോലെ തന്നെ ആൻഡ്രോജെനറ്റിക്. ആൻഡ്രോജൻ ഒരു പുരുഷ ഹോർമോണാണ്. ഇതിന്റെ എഫക്റ്റ് മൂലവും അതുപോലെ തന്നെ ജനറ്റിക്, നമ്മുടെ പാരമ്പര്യമായി വരുന്നതുമാണ് കഷണ്ടിയുടെ പ്രധാന കാരണം. ഇവിടെ ഹെയർ ഫോളിക്കിൾസ് ചുങ്ങിപ്പോവുകയും പിന്നീട് അത് മുടി തിന്നായി അവസാനം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ കഷണ്ടി കാണാറുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കഷണ്ടി കാണുന്നുണ്ട്. ഇതിന് സ്ട്രെസ്സും ഹോർമോണൽ ഇംബാലൻസും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, വെള്ളത്തിലുള്ള വ്യത്യാസം എല്ലാം കാരണമായേക്കാം. ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ മാത്രമല്ലാതെ മറ്റു പല കാരണങ്ങളാലും മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ മുടി കൊഴിച്ചിലിന്റെ കാരണം കൃത്യമായി കണ്ടെത്തി ഹോമിയോപ്പതി ചികിത്സ തേടുക.